നമസ്കാരം. കുന്നംകുളം സ്റ്റേഷൻ മർദ്ദനത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തുവരികയാണ്. പീച്ചിയിൽ ഹോട്ടൽ മാനേജരെയും ജീവനക്കാരനെയും സ്റ്റേഷനിൽ SI മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതേ കേസിലെ പരാതിക്കാരനെ മണ്ണുത്തി CI മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട്. അങ്കമാലിയിലെ ഓട്ടോ ഡ്രൈവർ സിബീഷിനെ സ്റ്റേഷനിൽ വെച്ച് SI മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കോഴിക്കോട് കോട്ടൂളിയിൽ ജിം ട്രെയിനറാണ് ഇര. മർദ്ദനമേറ്റ പൊതുപ്രവർത്തകർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SFI നേതാവായിരിക്കെ അന്നത്തെ കോന്നി CI മർദ്ദിച്ച അനുഭവം ജയകൃഷ്ണൻ തണ്ണിത്തോടും ക്രൂരമർദ്ദനത്തിനിരയായ വിവരം യൂത്ത് കോൺഗ്രസ് നേതാവ് NM ഷജീറും പങ്കുവച്ചു. നാടാകെ ET മുറികളാണോ എന്ന് ചർച്ച ചെയ്യുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈമിനോടൊപ്പം ശ്രീ KP ഔസേഫ് പീച്ചിയിലെ പരാതിക്കാരനാണ്. അദ്ദേഹം ശ്രീ ജയകൃഷ്ണൻ തണ്ണിത്തോട് കോന്നിയിലെ പരാതിക്കാരനാണ്. ശ്രീ NM ഷജീർ തിരുവനന്തപുരത്തെ പരാതിക്കാരനാണ്. ഒപ്പം ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, ശ്രീ KP ഔസേഫ്. നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പീച്ചി സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഹോട്ടലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളോ വിവരങ്ങളോ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പോലീസ് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് എനിക്കറിയേണ്ട കാര്യം. പോലീസ് പരാതിയുമായിട്ട് ചെന്ന ഞങ്ങളുടെ ഹോട്ടലിൽ വെച്ചുള്ള ഇൻസിഡൻറ്റിൽ ഞങ്ങൾ അപ്പം തന്നെ പോലീസിനെ ഫോൺ ചെയ്ത് ഒരു കസ്റ്റമർ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾ SIയോട് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. 2:55 ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളവിടെ എത്തും. ഈ പോലീസ് സ്റ്റേഷനും ഹോട്ടലുമായിട്ട് 150 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിലെത്തും. നിങ്ങൾ ഈ കുഴപ്പമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി തെറി വിളിക്കുന്ന ഈ ആളെ നിങ്ങൾ ഹോൾഡ് ചെയ്യേ. ആ പറഞ്ഞ വേർഡ് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞ് പുറത്ത് കടന്നപ്പോൾ ഞങ്ങളുടെ ഈ തല്ലുകൊള്ളുന്ന റോണി ജോണും എൻ്റെ ഡ്രൈവർ ലിബിൻ ഫിലിപ്പും പോലീസിനെ വെയിറ്റ് ചെയ്ത് ഇവൻ്റെ സമീപത്ത് നിന്നു. ഇവനെ പുറത്തേക്ക് പോകാതെ പോലീസ് ജീപ്പ് വരുമ്പോൾ കയ്യോടെ ഇവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോലീസാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവൻ്റെ അടുത്ത് ഞങ്ങളുടെ ഈ റോണി ജോണും ഞങ്ങളുടെ ഡ്രൈവർ ലിബിനും ഇവൻ പോകാതെ ഒരു 5-6 മിനിറ്റ് നേരം ഇവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ അങ്ങോട്ട് റോട്ടിലേക്ക് പോകാൻ നേരത്തെ അവൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കും. പോലീസിന് വേണ്ടിയിട്ടാണ്. പോലീസ് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ആൾക്കാർ ഇവൻ്റെ ഫ്രണ്ടിൽ പോയി ഇവനെ തടഞ്ഞു നിർത്തിയത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. 5 മിനിറ്റ് എന്നാണ് പോലീസ് പറഞ്ഞത്. ദിനേശൻ എന്ന തങ്ങളുടെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ പറഞ്ഞത് മർദ്ദിച്ചു, വായിൽ ബിരിയാണി കുത്തിക്കയറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടായോ? സർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 15 പേജ് വരുന്ന അസിസ്റ്റൻറ്റ് കമ്മീഷണർ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഹോട്ടലിന് മുമ്പുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ടിയാൻ ആരോപിക്കും പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുകുന്നതായി കാണപ്പെട്ടിട്ടില്ലതാണ്. ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് ഒല്ലൂരിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്കും കൊടുത്ത റിപ്പോർട്ടാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇയാളെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്. 15 പേജുള്ള റിപ്പോർട്ട് എനിക്ക് വിവരാവകാശം വഴി കിട്ടിയതാണ്. CCTV മുഴുവൻ പരിശോധിച്ചാലും ഞങ്ങളാണ് ഹോട്ടലിലെ CCTV മുഴുവൻ പോലീസിന് സർട്ടിഫൈ ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഡിജിറ്റൽ ആക്ട് അനുസരിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ് കൊടുത്തത്. ഞങ്ങളെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഒരിക്കലും സബ്മിറ്റ് ചെയ്തല്ലോ സാർ. അപ്പോൾ ഇത് ഞങ്ങൾ വ്യക്തമായിട്ടും പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇത് മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട്. ഇതിൽ ദൃശ്യങ്ങൾ വ്യക്തമാകുന്ന ടിയാൻ ആരോപിക്കും പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുന്നതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ, ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മിസ്റ്റർ സുരേഷാണ്. കയ്യിലിരിക്കുന്നത്. ഇപ്പോ പുറത്തു വന്ന, അതായത് വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷ അനുസരിച്ച് പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ, സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ ഈ SI രതീഷ് 2 പേരെയും മുഖത്ത് നോക്കി മുഖമടച്ച് ആഞ്ഞടിക്കുന്നത്, കണ്ടാൽ പേടിയാവുന്ന വിധത്തിൽ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആർക്കും ഒരു ഡിസ്പ്യൂട്ടും ഇല്ല. അങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് പോയ സംഭവം എന്താണ്? ഇത് ഈ ബിരിയാണി കഴിക്കാൻ വന്ന ആൾ പോലീസിന് ഞങ്ങൾ പരാതി കൊടുത്തു. അയാളെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാണ്ടായപ്പോൾ ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. ഈ പരാതിക്കാരനായ ദിനേഷ് ഭക്ഷണം കഴിച്ചതിന് ബാക്കി വന്ന ബിരിയാണി അത് പാക്ക് ചെയ്ത് വാങ്ങിച്ച് ഞങ്ങൾക്ക് പിന്നെ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇദ്ദേഹം ഈ ബിരിയാണിയിലെ ചോറെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിലെല്ലാം തേച്ച് അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കുത്തിയിറക്കി ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റായ പരാതി അവിടെ കൊടുത്തു.
ആ പരാതിയാണ് ഈ അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 15 പേജുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ആളവിടെ ചെല്ലുന്നു, ആളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിടുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഡോക്ടർ ഇയാളെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം ഒരു അജാനഭാഗമായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്നു, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, അയാളുടെ ഷർട്ടുമ്മ ചോറ് മാത്രം ഉണ്ടാകുന്നുള്ളൂ. ഡോക്ടർ അവിടെ നിന്ന് അയാളെ തിരിച്ചു വിട്ടു. അയാൾ തിരിച്ച് വീണ്ടും ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പോലീസുകാരായിട്ട് ഗൂഢാലോചന നടത്തി. അപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നത്, ഞങ്ങൾ അയാളെ ആക്രമിച്ചു എന്നുള്ള പരാതി കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി സ്റ്റേഷനിലേക്ക് 2:55 ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജർ അയാളെ ഫോൺ ചെയ്ത് അറിയിച്ചു. ഞങ്ങൾ ഉടനടി തന്നെ മെയിലിൽ പരാതി കൊടുത്തു. അപ്പോൾ ഈ 2 പരാതിയും കൊടുത്തതിന് ശേഷം അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് പോലീസുകാർ വന്ന് ഇവിടുത്തെ CCTV മുഴുവൻ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ നേരിട്ട് കൊടുത്തു, സാർ ഇത് കാണും, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ആ CCTV മുഴുവൻ ഞങ്ങളാണ് പോലീസിന് കൊടുത്തത്. ഞങ്ങളുടെ ഹോട്ടലിലെ ദൃശ്യങ്ങൾ, ഹോട്ടലിൻ്റെ ഉള്ളിലിരുന്ന് ഇദ്ദേഹം ഭക്ഷണം കഴിക്കും. ഇദ്ദേഹം ബിരിയാണി മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം ആ ബിരിയാണിയിലുണ്ടായിരുന്ന എല്ലും കഷ്ണം അടക്കം കടിച്ച് തിന്ന് എല്ലാം അവസാനിപ്പിച്ചു. അതിൻ്റെയൊക്കെ CCTV ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി മാത്രമാണ് കുറച്ച് ബാലൻസ് വെച്ചത്. ആ ബാലൻസ് വെച്ച ബിരിയാണിയാണ് ഇയാൾ പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നത്. എന്നിട്ട് ബിരിയാണിയിലെ ഈ ഇറച്ചി കഷ്ണത്തിന് സോഫ്റ്റ്നെസ് പോരാ, അത് റിജിഡാണെന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ 80-19 പേരോടത്തോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരുന്ന ഒരു ഗൂഢാലോചന നടത്തുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റിട്ടേൺ പരാതിയായിട്ട് ഞങ്ങളുടെ മാനേജറും ഡ്രൈവറും കൂടി അവിടെ ചെന്നപ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് തുറന്ന് അവരതിൻ്റെ ഉള്ളിലേക്ക് അവരെ കയറ്റി ഗേറ്റ് അങ്ങ് അടച്ചു. അവരെ ഒരു ചുമര് ചാരി നിർത്തി. അപ്പോൾ സമീപത്തുണ്ടായിരുന്ന അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്നുള്ള ഡ്രൈവേഴ്സ് എന്നെ വിളിച്ചു പറഞ്ഞു, അതായത് നിങ്ങളുടെ 2 സ്റ്റാഫ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, ബഹളം കേൾക്കുന്നുണ്ട്, അവരെ 2 പേരെയും ചുമര് ചാരി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ മകനും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയുണ്ടായത്. അപ്പോൾ മകൻ പുറത്താണ് നിന്ന്, ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കിടന്നു. ഞാൻ ആ റൈറ്ററോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ റൈറ്റർ ഒന്നും അറിയാത്ത മാതിരി അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ ഈ SHO ക്യാബിനിൽ SIയുടെ ക്യാബിനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ തല്ലുകൊണ്ട റോണി ജോണും ലിബിൻ ഫിലിപ്പിനെയും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നു. ഈ സർക്കിൾ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ആ CCTVയിൽ കാണാം, ആദ്യം ഫ്ലാസ്ക് എടുത്തിട്ട് റോണിയുടെ ആ തലയിലേക്ക് അടിക്കാൻ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിൽ മുടിയൊന്നുമില്ല, ആ തലയിലേക്കാണ് ബെയറായിട്ട് ഈ ഫ്ലാസ്ക് എടുത്ത് അടിക്കാൻ നോക്കുന്നത്. എന്നിട്ട് ഫ്ലാസ്ക് തിരിച്ചു വയ്ക്കുന്നു. എന്നിട്ടാണ് അങ്ങനെ 2 മുഖത്തും അയാൾ ഈ ഉദ്യോഗസ്ഥൻ SI ആയ PM രതീഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മർദ്ദിക്കുന്നു. അതിനടുത്ത് നിൽക്കുന്ന എന്തിനാണ് ഈ 2 പേരെയും റോണിയെയും ലിബിനെയും എന്തിനാണ് ഈ SI തല്ലുന്നത്? ഒന്ന്, നിങ്ങൾക്കാണ് പരാതിയുള്ളത്. അതിനുശേഷം ഈ പരാതിക്കാരൻ തന്നെ, ഇപ്പോൾ പരാതിക്കാരൻ എന്ന് പറയുന്ന ആൾ തന്നെ ഒരു പരാതി കൊടുത്തതായി മനസ്സിലാക്കാം. ഇപ്പോൾ ഇവരെ ഈ സ്റ്റേഷനിൽ ചെന്ന് ഇവരെ എന്തിനാണ് പോലീസ് മർദ്ദിക്കുന്നത്? അല്ല, ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിവരാവകാശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ട എന്നെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു, പോലീസുകാർ ചെയ്തൊരു പ്ലാനിങ് ആണ്, ഞാൻ നിരപരാധിയാണ്. എന്നെ ഇവർ പറഞ്ഞു നിങ്ങളുടെ ജോലിക്കാർ ഈ പരാതിക്കാരനെ ഇടിച്ചു, അവനെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു, അവൻ്റെ വായിൻ്റെ ഉള്ളിൽ ബിരിയാണി തിരികെന്നൊക്കെ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഈ തല്ലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി മുഴുവൻ പോലീസുകാരാന്ന്. ഇദ്ദേഹം ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നിരുന്നു, തൃശ്ശൂർ ഒരു ചർച്ചയ്ക്ക് വന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തിയ ആദ്യത്തെ അന്വേഷണം നടത്തി ഇപ്പോൾ റിട്ടയർ ചെയ്ത അസിസ്റ്റൻറ്റ് കമ്മീഷണർ സുരേഷ് സാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം കണ്ട ഉടനെ തന്നെ ലോക്കപ്പിലാക്കി എൻ്റെ മകൻ്റെ കാലിൽ വട്ടം പിടിച്ച് താഴെ വീണിട്ട് പറഞ്ഞു, പോളെ നീ എന്നെ രക്ഷിക്കണം, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഈ പോലീസുകാരെന്നെ ചതിച്ചതാണ്. അപ്പോൾ ഇതിൽ ആരാണ് കുറ്റക്കാരെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന് തെറ്റായ ധാരണ കൊടുത്തു. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ പോലീസുകാർ പറയുന്നതല്ല കേൾക്കേണ്ടത്. പരാതി കൊടുത്ത ഞാൻ ഫോണിൽ പരാതി കൊടുത്തു, മെയിലിൽ പരാതി കൊടുത്തു, റിട്ടേൺ പരാതി കൊടുത്തപ്പോൾ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിക്കാനുള്ള സാമാന്യ മര്യാദ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല. അദ്ദേഹം കാള പറ്റുമെന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു രീതിയാണ് കാണിച്ചത്. ഈ 2 പേരുടെ പേരിലും കുതിര കയറുക ചെയ്തത്, 2 പേരെ അങ്ങ് തല്ലി. അത് കാണാലോ, വേറെ അയാളൊരു പ്രകോപനമില്ലാതെ നിൽക്കുന്ന 2 നിരപരാധികളാണ് ഈ 2 പേരെ തല്ലി എന്നുള്ളത് ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതയാണ്. ആ മർദ്ദനം ഭീകരമായ മർദ്ദനവും ആണ്. ശ്രീ ദിനേശ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ദിനേശ്, ഈ കേസിലെ
മറ്റൊരു വശം പറയുന്ന പരാതിക്കാരനാണ്. ശ്രീ ദിനേശ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഇല്ല, അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ജയകൃഷ്ണൻ തണ്ണിത്തോട്, താങ്കൾക്ക് നേരിട്ട 2012 നേരിട്ട ഒരു അനുഭവമാണ് എഴുതിയത്. കോന്നി CI ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം മറ്റൊരിടത്താണ്, ഇപ്പോൾ DYSP ആണ്. കോന്നി CI ആയിരുന്ന വ്യക്തി മധു ബാബു താങ്കളെ അതിഭീകരമായി SFI നേതാവായിരിക്കുമ്പോൾ മർദ്ദിച്ചതിൻ്റെ കഥയാണ്. പോലീസ് മർദ്ദനം എന്ന് പറയുന്നത് നിയമബാഹ്യമായ കാര്യമാണ്. അതൊരു തുടർക്കഥയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഓരോ ആളുടെയും അനുഭവം. താങ്കൾക്ക് അന്ന് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അനുഭവം നേരിട്ടത്? ഞാൻ SFIയുടെ കോന്നി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2012 ഒക്ടോബർ മാസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോന്നിയിലെ എല്ലാ കോളേജുകളും SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള MLAയും ജനപ്രതിനിധിയുമായിരുന്ന മന്ത്രി അടൂർ പ്രകാശ്, മന്ത്രിയായിരുന്നു അദ്ദേഹം. അന്ന് അടൂർ പ്രകാശിൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ പേരിൽ ഒറ്റ കേസില്ല. രാത്രി 12 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ വരികയും തുടർന്ന് എൻ്റെ അമ്മ കതക് തുറക്കുന്നു. ഞാനും ഉടനെ ഇറങ്ങി വരുന്നു. എൻ്റെ അമ്മയുടെ മുമ്പിലിട്ട്, എൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മുമ്പിലിട്ട് അതിക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മധുബാബു, എന്നെ മർദ്ദിക്കുകയാണ്. തുടർന്ന് അവിടുന്ന് എന്നെ പോലീസ് വണ്ടിയിൽ കയറ്റി നേരെ കോന്നിയിലേക്ക് വരുന്ന വഴിയാണ് തണ്ണിത്തോട് പോലീസ്, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മധുബാബു പറയുന്നുണ്ട്, ഇവനെ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ആര് ചോദിച്ചാലും പറയണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് നേരെ എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. നിന്നോട് പറഞ്ഞ വസ്ത്രം അഴിച്ചു മാറ്റാൻ പറയുന്നു. നിർബന്ധത്തോടെ എന്നെ വസ്ത്രം അഴിച്ചു മാറ്റിക്കുന്നു. അതിനുശേഷം എന്നെ ഒരു ബെഞ്ചിൽ കിടത്തുന്നു. ബെഞ്ചിൽ കിടത്തിയതിന് ശേഷം ചൂരൽ കൊണ്ട് എൻ്റെ 2 കാൽവെള്ളകളും അടിച്ചു പൊട്ടിക്കുന്നു. പിന്നെ ശരീരമാസകലനം ചൂരൽ കൊണ്ട് അടിക്കുന്നു. അതിനുശേഷം കൈകളുടെ 2ഉം പൊത്തി എൻ്റെ ചെവി അടിക്കുന്നു. ഓരോ തവണ അടിക്കുമ്പോഴും ചെവിയിൽ നിന്ന് ചോര എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ താഴെ കിടത്തിക്കൊണ്ട് ബൂട്ടിട്ടുകൊണ്ട് നിരവധി തവണ എന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മർദ്ദിക്കുമ്പോൾ എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി വേറെ 2 പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അങ്ങനെ ഏതാണ്ട് എൻ്റെ ശ്വാസം വിലങ്ങി ഞാൻ അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ തന്നെ അവിടെ ആ സ്റ്റേഷനിൽ പാർട്ടി പ്രവർത്തകരെത്തിയപ്പോൾ മധുബാബുവിന് കാര്യങ്ങൾ കുഴപ്പമാകണമെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ എൻ്റെ പേരിൽ കോന്നി പോലീസ് സ്റ്റേഷൻ കേസുകളില്ല. അദ്ദേഹം ഉടൻ തന്നെ എന്നെ പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഞാൻ കാതോലിക്കറ്റ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുണ്ടെന്ന് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്നെ സെല്ലിലടയ്ക്കുന്നു. ഞാൻ കണ്ണ് പെപ്പർ സ്പ്രേ അടിച്ചതുകൊണ്ട് തന്നെ ദേഹമാസകലം നീറുകയാണ്. കണ്ണിലൊക്കെ ഈ പെപ്പർ സ്പ്രേയുടെ ഒരു കേസും ഇല്ലാതെ താങ്കളോട് ഈ ഉദ്യോഗസ്ഥൻ എന്താണ് ഇത്രയും ദേഷ്യം, ഇങ്ങനെ തല്ലാൻ, ഇങ്ങനെ മർദ്ദിക്കാൻ, ഇങ്ങനെ ഉപദ്രവിക്കാൻ? അത് അന്നത്തെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ കോന്നിയിലെ കോളേജുകൾ അട്ടിമറിക്കാൻ വേണ്ടി SFIയുടെ അന്നത്തെ ലീഡറായിരുന്ന എന്നെ ആ കോന്നി പ്രദേശത്തു നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി അന്നത്തെ മന്ത്രിയായ അടൂർ പ്രകാശിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അത് ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയുകയും അന്ന് അടൂർ പ്രകാശിൻ്റെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും ഉണ്ടായതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അനുഭവം തുടർന്നോളൂ. പത്തനംതിട്ടയിൽ എത്തിയ ശേഷം, അതായത് എന്നെ പത്തനംതിട്ടയിലെത്തിയ ശേഷം പത്തനംതിട്ട സെല്ലിലേക്ക് എന്നെ അടയ്ക്കുന്നുണ്ട്. നമുക്കറിയാം പെപ്പർ സ്പ്രേ കണ്ണിലും ശരീരമാസകലിലും പ്രത്യേകിച്ച് എൻ്റെ കാൽവെള്ളയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാൽവെള്ളയിലൊക്കെ നമുക്ക് പെപ്പർ സ്പ്രേ അടിച്ചാൽ അതിഭീകരമായി നമുക്ക് നീറും, ശരീരമാകെ വെന്ത് പൊള്ളുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആ സെല്ലിൽ കിടന്നുകൊണ്ട് അലയ്ക്കുന്നുണ്ട്, അമറി വിളിക്കുന്നുണ്ട്, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരണേന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും എനിക്ക് കുടിക്കാൻ കുടിവെള്ളം തന്നില്ല. ഞാൻ അപ്പോൾ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ദയ തോന്നിയാൽ ആ ബാത്റൂമിലെങ്ങാണ് വെള്ളം കാണും, എടുത്ത് കുടിക്കുക എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് രതീഷ് എന്നോ മറ്റൊന്നാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുകയും നന്ദി പറയുകയും ചെയ്തു. ഞാൻ ബാത്റൂമിൽ പോയി ആ ബാത്റൂമിലെ ബക്കറ്റിലിരുന്ന വെള്ളം കുടിക്കുകയും എൻ്റെ കണ്ണ് കഴുകുകയും ചെയ്യുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. അതിനുശേഷമാണ് പത്തനംതിട്ടയിലെ DYSP സ്റ്റേഷനിലെത്തുന്നത്. സ്റ്റേഷനിലെത്തുമ്പോൾ എൻ്റെ അവശത കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം ഞാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നം അപ്പോൾ തന്നെ നേരിടുന്നുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ ഗുരുതരമാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ DYSP എൻ്റെ പേര് കേസില്ലെന്ന് മനസ്സിലാക്കി കോന്നിയിലെ CI ആയിരുന്ന മധുബാബുവിനെ, എന്നെ ഈ സ്റ്റേഷനിൽ കൊണ്ട് ഇട്ട മധുബാബുവിനെ വിളിച്ചു വരുത്തി. ഞാൻ ഈ കേസ് ഇവിടെ ഒരു കേസിലും പ്രതിയല്ല, അതുകൊണ്ട് എന്നെ ഈ സ്റ്റേഷൻ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അല്ല ഇയാൾ മരിച്ചു പോകുന്ന മധുബാബുവിനോട് പറഞ്ഞു. അങ്ങനെ മധുബാബു ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ട് പ്രാഥമികമായ ചികിത്സ നൽകി. അതിനുശേഷം കോന്നിയിലേക്ക് കൊണ്ടുപോയി കോന്നിയിലെ മന്ത്രി അടൂർ പ്രകാശിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അങ്ങനെ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാക്കി, കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലാണ്
പ്രതിയാക്കി എന്നെ ഏതാണ്ട് 3 മാസം നിരവധി കേസുകളിലായി എന്നെ 3-3.5 മാസത്തോളം ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, അതാണ് താങ്കളുടെ അനുഭവം. നേമം ഷജീർ തലസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ഷജീർ, താങ്കൾക്കുള്ള അനുഭവം, ഉണ്ടായ അനുഭവം 2017 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണ്ടു. ജനനേന്ദ്രിയത്തിന് പരിക്കേൽപ്പിക്കുന്ന വിധത്തിലുള്ള അതിക്രമമാണ് പോലീസിൽ നിന്നുണ്ടായത്. താങ്കളുടെ അനുഭവം പറയാം. 2017 മെയ് മാസം 14 ആയിരുന്നു. അന്ന് എൻ്റെ ഒരു സഹപ്രവർത്തകന് ബൂത്ത് പ്രസിഡൻ്റായ കണ്ണൻ, പുള്ളിക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണനെ അജയ് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ മർദ്ദിക്കുകയുണ്ടായി. അന്ന് പിന്നെ ഞങ്ങളൊക്കെ പുറത്തേക്കുമ്പോൾ ഒരാളെ മർദ്ദിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഏത് പൊതുപ്രവർത്തകൻ്റെയും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം. അങ്ങനെ ഞാൻ പോലീസിനോട് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം, നടപടി സ്വീകരിക്കാം, പക്ഷേ തല്ലാനുള്ള അധികാരം പോലീസിനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നീ ആരാണ് അത് പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു, എന്നെ അടിച്ചു. അപ്പം ഞാനത് അടിച്ചപ്പോഴൊക്കെ അവിടെ നിന്ന് അടിക്കാൻ പാടില്ല, പോലീസിന് അങ്ങനെ അതിന് അധികാരമില്ല എന്ന് ശബ്ദിച്ചപ്പോൾ എന്നെ ആദ്യം പുറത്താക്കി. പിന്നീട് പുറത്താക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ അകാരണമായി എന്നെ തല്ലിയത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല, അതിന് എന്നെ അടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇനി നീ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞ് വീണ്ടും പുറത്തിരുന്ന് എന്നെ വലിച്ച് 4-5 പോലീസുകാർ അകത്ത് കൊണ്ടുപോയി. ഈ പറയുന്ന നേരത്തെ പീച്ചിയിൽ സംഭവിച്ചതുപോലെ എൻ്റെ ചെകിടത്തെ ഏകദേശം ഒരു 60 തവണയെങ്കിലും ആ പോലീസുകാർ ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിനുശേഷം പെട്ടെന്ന് SI സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. വല്ലാത്തൊരു ഭീകര ശരീരവുമായി കടന്നു വരുന്ന ആളാണ് അദ്ദേഹം. നേരെ വന്ന് നിന്നെ ഞാൻ കുറേ നാളെ നോക്കിയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് മുട്ട് കയറ്റി എൻ്റെ അടിവയറ്റിൽ ആദ്യം ചവിട്ടുകയാണ് ഉണ്ടായത്. നിരന്തരം എൻ്റെ വൃക്ഷണത്തിലൊക്കെ പിന്നെ ഇടിച്ച് കയറ്റുന്ന രീതിയിലാണ് മുട്ടുകയറ്റി ഇടിക്കുന്നത്. അങ്ങനെ ഞാൻ ആ വേദന കൊണ്ട് കുനിയുമ്പോൾ എൻ്റെ മുതുകത്ത് ഇടിക്കുന്നു. അങ്ങനെ നിരന്തരമായി ഇടിച്ച് കുറേ സമയം ഇടിച്ചു. പിന്നെ അതിനുശേഷം സ്റ്റേഷനിലൊരു അകത്തൊരു വേറെ റൂമുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുപോയി എന്നെ പിന്നെ ബൂട്ടിട്ട് എൻ്റെ ഇടുപ്പിലാണ് പിന്നീട് ചവിട്ടുന്നത്. ഒരു 10-100 തവണയെങ്കിലും ചവിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വീഴുമ്പോഴെല്ലാം എഴുക്കി എന്ന് പറഞ്ഞ് എന്നെ എഴിക്കാൻ പറയും. അപ്പോൾ എന്നെ ചവിട്ടി വീണ്ടും ഇരുത്തും. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് ശ്വാസമൊക്കെ നിലയ്ക്കുന്നൊരു ഇതുണ്ടാവും, മരണം മുന്നിൽ കാണുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവും. അങ്ങനെ ഞാൻ നിശ്ചലമായി കിടക്കുന്നു. എനിക്ക് മറ്റൊന്ന് ഞാനങ്ങനെ അവിടെ അടികൊണ്ട് അവശനായി കിടന്ന സമയത്ത് എനിക്കൊരു അനക്കമൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ഈ സമ്പത്തിൻ്റെ നേതൃത്വത്തിൽ 1-2 പോലീസുകാരന് അവിടെ നിന്ന് എടുത്ത് നേമ പോലീസ് സ്റ്റേഷനിലെ GP തന്നെ പിന്നെ 2-3 പോലീസുകാരെ എടുത്ത് ജീപ്പിലിട്ട് വേറെ നേമത്ത് നിന്ന് 15 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതൊന്നും എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പം ചുറ്റും കുറേ വേസ്റ്റ് പേപ്പറുകളും പിന്നെ മോശമായി കിടക്കുന്ന വാഷ് ബേസൊക്കെ ഉള്ള റൂമാണ്. എനിക്ക് തോന്നുന്നത് അത് ശുചിമുറി പോലെ ഒരു റൂമാണ്. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് പോലും അറിയാതെ വല്ലാതെ പേടിച്ച് എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പിന്നെ നാട്ടുകാരും പാർട്ടിക്കാരൊക്കെ അറിഞ്ഞു, ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും എന്നെ എല്ലാവരും തിരഞ്ഞു പോയി. അപ്പോൾ ഞാൻ അകത്ത് കിടക്കുമ്പോൾ തന്നെ ഷജീർ ഉണ്ടോ എന്ന് വിളിച്ച് 1-2 പാർട്ടിക്കാർ വന്ന് ചോദിക്കുമ്പം വരാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ല് പിടിച്ച് അടയ്ക്കുന്നത് കണ്ടു. അവസാനം നിരന്തരമായപ്പോൾ ഞാൻ പിന്നെ ഇഴഞ്ഞു പോയി ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പാർട്ടിക്കാർ ഞാൻ ആ തിരുവല്ല സ്റ്റേഷനിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് പാർട്ടിക്കാരൊക്കെ കൂടി വന്നാണ് എന്നെ അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് എടുത്ത് MLA അടക്കമുള്ള ആളുകൾ വന്നാണ് പിന്നെ കൊണ്ട് എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പം തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ വേണ്ടി വന്നു. അതെ ഞാൻ മനസ്സിലാക്കേണ്ട 20 ദിവസം ചികിത്സ വേണ്ടി വന്നു. അപ്പം തന്നെ ഈ വൃക്ഷണത്തിൽ രക്തം കട്ടിപ്പിടിച്ചുവെന്നും അപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെയാണ് പിന്നെ ശസ്ത്രക്രിയ ചെയ്തത്. 19 ദിവസം മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഭാഗമായി ചികിത്സയിലായിരുന്നു. അപ്പം ഞാൻ ഇതിൽ പറയാനുള്ള കാരണം ഞാനിത് വിവരിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമുണ്ട്, എത്രമാത്രം മർദ്ദനമേറ്റു എന്നുള്ളത്. ഞാനൊരു 1.5 മണിക്കൂർ നിരന്തരമായി ഈ പോലീസിൻ്റെ 3ാം മുറ നേരിട്ട് അനുഭവിച്ച ആളാണ്. എനിക്ക് പറയുന്നതിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനെൻ്റെ വ്യക്തമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം പോലീസിൽ പരാതി നൽകി. DGPക്കും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കെല്ലാം ഞാൻ പരാതി നൽകി. 7 വർഷം വരെ FIR ഇടാൻ 7 വർഷം എടുത്തു എന്നുള്ളതാണ് ഈ നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഡിസ്ചാർജ് സമ്മറിയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റുമാണ്. സർക്കാർ ആശുപത്രിയാണ്, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡോക്ടറുകൾ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അടിവയറ്റിൽ ചവിട്ടിയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഗുരുതരമായ പരിക്കുണ്ടായി എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറായില്ല.
എന്നിട്ട് 7 വർഷത്തിന് ശേഷം FIR ഇട്ടത് ഗ്രീവിയസ് ഹർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വെറുതെ എന്നെ അടിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഒരു കേസ് പോലും പേരിന് വേണ്ടി എടുത്തത്. DGP ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കർശനമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലും എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്നെ ഉപദ്രവിച്ച സമ്പത്ത് എന്ന് പറയുന്ന SIയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ ഇത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം നോട്ട് ഫിറ്റ് ഫോർ ദ പോലീസ് എന്നൊക്കെ ഉള്ള പല അന്വേഷണ റിപ്പോർട്ടുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. നേമം പോലീസ് സ്റ്റേഷനിൽ പോലും ഇദ്ദേഹം എന്നെ ഇങ്ങനെ കടന്നാക്രമിക്കാനുള്ള സാഹചര്യം പോലും അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരൊക്കെ ഇദ്ദേഹം അടിക്കാറുണ്ട്, മർദ്ദിക്കാറുണ്ട്. അവരൊക്കെ എന്നെ ഒന്ന് ഞാൻ അസംബ്ലി കമ്മിറ്റിയുടെ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ പലരും എന്നോട് വന്ന് ഈ SI ഉപദ്രവിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നെ സമീപിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് നിങ്ങളത് പിന്നെ അവിടെ പോയി വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കുക, ആശുപത്രിയിൽ ചികിത്സ എടുക്കുക, അതിനുശേഷം നമുക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ SIയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഈ നമ്മളൊരു പൊതുപ്രവർത്തകരാകുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ തികഞ്ഞ ധാർഷ്ട്യവും അഹങ്കാരമാണ് ഈ പറയുന്ന SIയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്നിട്ടും ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ തുടരുകയാണ്. കമ്മീഷണർ ഓഫീസിലാണ് അദ്ദേഹം തുടരുന്നത്. ശരി, ഗുരുതരമായ കാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മൂന്ന് ആളുകളുടെ അനുഭവങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അബിൻ വർക്കി, ഇത് 3 കാലഘട്ടങ്ങളിൽ, ഒന്ന് 2012, ഒന്ന് 2017, ഒന്ന് 2023 നടന്ന സംഭവമാണ്. പക്ഷേ ഇതിൽ സമാനത എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അതിഭീകരമായ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനകത്ത് അതിഭീകരമായി മർദ്ദിക്കുന്ന നിയമബാഹ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ 3 ഉദാഹരണങ്ങളാണ്. ഇതല്ലാത്ത മറ്റ് അനുഭവങ്ങൾ, അങ്കമാലിയിൽ നിന്നടക്കമുള്ള അനുഭവങ്ങൾ വേറെയുണ്ട്. അവർ ഈ പാനലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്, മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പോലീസ് ഈ തരത്തിൽ ആളുകളെ തല്ലി നിയമം നടപ്പാക്കാൻ, അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആപൽക്കരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കണം? ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്തെ പ്രശ്നം എന്നുള്ള നിലയിൽ കാണാനും കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ സിസ്റ്റം ഫെയിലർ അല്ല, സിസ്റ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോലീസ് സിസ്റ്റം ക്രിമിനൽ വൽക്കരിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ കഥകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശ്രീ ഷജീർ ഞങ്ങളോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സമരമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ പുറത്തു വന്നപ്പോഴാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം എത്രമാത്രം ഭീകരമാണ് പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. കാരണം അതൊരു വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സുജിത്ത് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ചിന്തിക്കുകയാണ്, ഇതാണോ ജനമൈത്രി പോലീസ്, ഇതാണോ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് കേരളം ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് അഭിലാഷ്. നിങ്ങൾക്കറിയാം, 2016 മുതൽ 24 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ലോക്സഭയിൽ വെച്ച കണക്കിൽ തന്നെ പറയുന്നത് 16 കസ്റ്റോഡിയൽ ഡെത്താണ് ഈ 8 കൊല്ലത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ ക്രിമിനൽ വൽക്കരണം, പോലീസുകാരുടെ ക്രിമിനൽ വൽക്കരണം. ഇപ്പം നമുക്കറിയാം, മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന പോലീസുകാരെ നമ്മൾ കാണുന്നതാണ്. അത്രമേൽ ഭീകരമാണ്, ക്രിമിനൽ വൽക്കരിച്ച പോലീസുകാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ എത്രയോ സംഭവങ്ങളുണ്ട്. നടപടി എടുക്കാൻ പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത പോലീസുകാർ. ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. സമ്പത്ത് ഇപ്പോഴും കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുകയാണ്. നടപടി എടുക്കാൻ പറഞ്ഞിട്ട് നടപടി എടുത്തിട്ടില്ല. ഞങ്ങളുടെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാലിൻ്റെ കണ്ണിനിട്ടടിച്ച് കണ്ണിൽ 40% കാഴ്ച പോയ സംഭവം ഉണ്ടായി. അതിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്ത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി അവസാനം 2.5 കൊല്ലത്തെ എല്ലാ വിസ്താരത്തിന് ശേഷം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ഉത്തരവിട്ടു. 1 മാസത്തിനുള്ളിൽ അജിൻ എന്ന് പറയുന്ന പോലീസുകാരനെതിരെ നടപടിയെടുക്കണം. കഴിഞ്ഞ മാർച്ച് മാസത്തിലിട്ട ഓർഡറാണ്. ആ ഓർഡർ ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഇങ്ങനെ 2 കൊല്ലം, ഇപ്പോൾ സുജിത്തിൻ്റെ കേസ് എന്താണ്, 2 കൊല്ലമായിട്ട് പോലീസുകാർക്ക് അറിയാമായിരുന്നു സുജിത്തിനെ അകാരണമായി അവിടെ മർദ്ദിച്ചുവെന്ന്. സമരങ്ങളുണ്ടായി, നിയമ പോരാട്ടങ്ങളുണ്ടായി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തുവെന്ന്. അതുമാത്രമല്ല, ഇപ്പോൾ DYFIയുടെ നേതാവ് ഇവിടെ പറഞ്ഞു, ഞാൻ ഒരു കാലഘട്ടത്തിലും, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാവട്ടെ, ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനെയും പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് മർദ്ദിക്കുന്നതിന് ഞങ്ങൾ ആരും യോജിപ്പ് രേഖപ്പെടുത്തുന്നവരല്ല. കാരണം ജനാധിപത്യപരമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും അവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ബാധ്യസ്ഥപ്പെട്ട ആളുകളാണ്. അവരെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കൂടെ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഈ പറയുന്ന DYFIയുടെ പഴയ SFI നേതാവ് ഇന്നിത് പറയാനുണ്ടായ സാഹചര്യം എന്താ, കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പോലും അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റതാണ്. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പോലും ഇയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. CPM പോലും ആ SFIക്കാരനൊരു നീതി മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല.
കഴിഞ്ഞ കൊല്ലമാണ് കൊല്ലത്ത് കിളികൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡിവൈഎഫ്ഐക്കാരനെ 2 കൊല്ലം മുമ്പ് മർദ്ദിച്ചു, വിഘ്നേഷ്. ഈ വിഘ്നേഷ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ, ഞാനിരുന്ന ചർച്ചയിൽ പറഞ്ഞതാണ്, 3 കൊല്ലമായിട്ട് എൻ്റെ പാർട്ടിക്കാരന് പോലും എനിക്ക് നീതി മേടിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്ന്. ഇന്നലെയാണ് ഒരു ലോക്കൽ സെക്രട്ടറി കൊല്ലത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ എന്നെ പോലീസുകാരൻ കൂമ്പിരട്ടിടിച്ചു എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സേന ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്, ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ്. ഇതിനാരാണ് ഒത്താശ ചെയ്യുന്നത്? അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിന് ഒത്താശ ചെയ്യുന്നത് ഇത്രയധികം സംഭവം നടന്നിട്ടും അതിലൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പോലീസുകാർ ഇത്രയധികം കുറ്റകൃത്യം നടത്തിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയെടുക്കാതെ സംരക്ഷണ കവചം നടത്തുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇതിന്റെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന സർക്കാരും ആഭ്യന്തരമന്ത്രിയുമാണ്. ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ പോലീസ് സേനയിൽ യാതൊരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥയാണ്. ആരൊക്കെയോ ഭരിക്കുന്നു, ഒരു ഉപജാപക സംഘം ഭരിക്കുന്നു, അതിന് ഏറാം മൂളി മൂളുക എന്നത് മാത്രമായി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മാറി എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ശരി, അതാണ് ആക്ഷേപം. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം, KP ഔസേഫ് എന്ന് പറയുന്ന വ്യക്തി വിവരാവകാശ നിയമപ്രകാരം പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യം നിയമ പോരാട്ടം വഴി വാങ്ങിയതുകൊണ്ടാണ്. ആ പോലീസ് SI 2 മനുഷ്യരെ അടിക്കുന്ന അടിയുടെ രീതി ഉണ്ടല്ലോ, അമ്മാതിരി ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ ചെവി പൊട്ടിപ്പോവും. കരണമടച്ചുള്ള അടിയാണ്. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ഇന്ന് 2ാമത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആദ്യം നമുക്കറിയാം, സുജിത്തിന്റെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം വന്നപ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടി. 2ാമത്തെ പോലീസ് സ്റ്റേഷനിലെ ദൃശ്യം വന്നപ്പോൾ നമ്മൾ 2ാമത് ഞെട്ടുന്നു. കൂടുതൽ ആളുകൾ, അത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയുള്ള ആളുകൾക്കല്ലേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളൊക്കെ നിയമ പോരാട്ടം നടത്തി കഷ്ടപ്പെട്ട് വാങ്ങിക്കാനൊക്കെ കഴിയൂ. ബാക്കിയുള്ളവൻ കൊള്ളേണ്ട അവസ്ഥയാണ്. ഇവിടെ പോലീസ് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, ക്രിമിനലുകൾ കാക്കിക്കുപ്പായത്തിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിന് വേറെ ഒന്നും വേണ്ട, ഈ ദൃശ്യങ്ങൾ സാക്ഷ്യം പറയുമല്ലോ. അതെ, ഇത് പോലീസിൻ്റെ അതിക്രമം അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചാണ് നിൽക്കുന്നത്. അത് പിന്നെ പിണറായി വിജയൻ വന്നതിന് ശേഷമാണോ അതിന് മുമ്പുണ്ടോ എന്ന് ഞാൻ വിശദീകരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ മാതൃഭൂമി ചാനലിൽ തന്നെ 2012 ഇൻസിഡൻറ്റും SFI നേതാവിൻ്റെയും ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ, പിന്നെ തുടർന്നുമുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം നയത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള കാട്ടടത്തിലുള്ള വിമർശനത്തിന് പഴുതുമില്ല. പക്ഷേ പിന്നെ തുടക്കത്തിൽ ഞാൻ പറയട്ടെ അഭിലാഷ്, ഒരു കാരണവശാലും പോലീസുകാരുടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അംഗീകരിക്കാനേ കഴിയില്ല. അതിന് ഞാനൊരു ന്യായവും പറയാൻ തയ്യാറുമല്ല. കാരണം അധികാരം അതിൻ്റെ ഏറ്റവും പിന്നെ ഈ എന്താണ് പറയുന്നത്, ഏറ്റവും ക്രൂഡായിട്ടുള്ള അല്ലെങ്കിൽ റൂഡായിട്ടുള്ള രൂപത്തിൽ പ്രയോഗിക്കുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ LDF UDF വ്യത്യാസമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള സകല തിന്മകളും ഈ സകല അതിക്രമങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയരഹിതമായി. ശരിയാണ്, പണ്ട് മുതലേ പോലീസ് സ്റ്റേഷനുകളിൽ അതിക്രമമുണ്ട്, അല്ലെങ്കിൽ കാക്കിയിട്ട ആളുകളുടെ അതിക്രമങ്ങളുണ്ട്. ഇതിനേക്കാൾ വലിയ ഇടിവീരന്മാരായ, അല്ലെങ്കിൽ ഇവരുടെ ഈ ക്രൂരത കൊണ്ട് കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ നോക്കൂ, ഇവിടെ നമ്മൾ ഉയർത്തിക്കാണിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷവും ഈ കാക്കിക്കുള്ളിലെ കാപാലികരെ സംരക്ഷിക്കുന്ന നിലപാട് ആഭ്യന്തര വകുപ്പിന് എടുക്കാതിരിക്കാമല്ലോ. നമ്മുടെ മുൻ കസ്റ്റഡി മരണങ്ങളുടെയോ കസ്റ്റഡി ഉപദ്രവങ്ങളുടെയോ മാത്രം ആ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താൽ മതി. ആത്മവീര്യത്തിന്റെ പേര് പറഞ്ഞോ മറ്റെന്ത് പേര് പറഞ്ഞോ ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് കൊണ്ട് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. അതങ്ങ് അവിരാമം മുന്നോട്ട് പോവുകയാണ്. അത് പിന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളതല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് അഭിലാഷ്. ഞാനത് പറയാം. കാരണം ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കാം. പിന്നെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ MLA ആയിരുന്ന KK രാമചന്ദ്രൻ നായർ മരിച്ചതിനെ തുടർന്ന് പിന്നെ ബൈ ഇലക്ഷൻ നടക്കുന്നു. ഇപ്പോഴത്തെ മന്ത്രി സതീഷ് ചെറിയാൻ 2018 മാർച്ചിൽ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് നാളെ ഇലക്ഷനാണെങ്കിൽ തലേ ദിവസം ഇന്ന് ഒരു ചാനലിൽ നിന്ന്, ഒരു പ്രധാനപ്പെട്ട ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു. ഉച്ചയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി AICC സെക്രട്ടറിയായി AICC തീരുമാനിച്ചു. അപ്പോൾ അതാണ് ചർച്ച ചെയ്യാനുള്ള വിഷയമായിട്ട് എന്നോട് പറഞ്ഞത്. ഉച്ചയ്ക്ക് വിളിച്ചൊരു
1:15 കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ചർച്ചയ്ക്ക് വരണം. ശരി, ഞാനതിനെ എൻ്റെ മെറ്റീരിയൽ കളക്ഷനെല്ലാം അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ശേഖരിച്ച് ഞാൻ തയ്യാറായിരുന്നു. അപ്പോഴാണ് ഒരു 6 മണിക്ക് എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വിഷയമൊന്ന് മാറിയിട്ടുണ്ട്, ഒരു പുതിയ ടോപ്പിക്കുണ്ട്, അതുകൊണ്ട് അതിന് ആയിട്ടായിരിക്കണം വരേണ്ടത്, താമസിച്ച് പോയി എന്നറിയാം, എങ്കിലും ഇപ്പോഴാണത് ഉണ്ടായത്, എന്താണ് വിഷയം? അപ്പോൾ ഒരു കെവിൻ എന്ന് പറഞ്ഞ ഒരാളിനെ ഉരുട്ടിക്കൊല ചെയ്തു, അല്ലെങ്കിൽ പോലീസ് പീഡിപ്പിച്ചതിനെ തുടർന്ന് അയാൾ മരണപ്പെട്ടു. അതൊരു ദുരഭിമാന കൊലയുടെ പ്രശ്നം കൂടെയാണ്. കോട്ടയത്താണ് സംഭവം, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എന്ന് അറിയുന്നു. അപ്പോൾ ഞാൻ ഒഴിയാൻ പറ്റില്ലല്ലോ, എനിക്ക് എൻ്റേതായ സോഴ്സ് വെച്ച് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ കിട്ടുന്ന വാർത്തകൾ വെച്ച് ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം, ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്, കെവിൻ കേസ്. അപ്പോൾ CPMൻ്റെ ഏരിയ സെക്രട്ടറി, ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ പോലീസ് സ്റ്റേഷൻ ചർച്ചയ്ക്ക് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ SHO അവിടെ ഏരിയ സെക്രട്ടറിയെ കടക്കാൻ പോലും അനുവദിച്ചില്ല, ആ മുറിയിൽ കടക്കാൻ അനുവദിച്ചില്ല. അത്രയ്ക്ക് ധിക്കാരപരമായാണ് ഒരു പൊതുപ്രവർത്തകനോട് പെരുമാറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റ്, ഇതാണ് എന്ന് തന്നെ ഞാൻ നിശ്ചയിച്ചിരുന്നു. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ പൊതുപ്രവർത്തകർക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് ഈ കേസ് തെളിയിക്കുന്നുണ്ട്, ഈ കെവിൻ കേസ്. അത് മറ്റൊന്നുമല്ല, ഏരിയ സെക്രട്ടറിക്ക് തന്നെ അവിടെ കയറാൻ കഴിയുന്നില്ല. അത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് ഭൂഷണമല്ല, ആഭ്യന്തര വകുപ്പിന് നാണക്കേട് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെ പ്രതികൂട്ടിലാക്കുന്നതും കൂടെയാണത്. അത് മാറേണ്ടതുണ്ട് അടിയന്തരമായിട്ട് എന്നുള്ള ആ ഫോക്കസിലാണ് ഞാൻ ചർച്ച ചെയ്തത് അന്ന്. അത് പിന്നെ എൻ്റെ ചർച്ച കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ നിലപാട് വരുന്നുണ്ട്. പിന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും ഏത് പൊതുപ്രവർത്തകനും, അയാൾ CPMകാരനായിക്കോട്ടെ, കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, BJPക്കാരനായിക്കോട്ടെ, ലീഗുകാരനായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഏത് പോലീസ് സ്റ്റേഷനിലും നിർഭയം കയറി ചെല്ലാം, അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പരസ്യമായി പറയുന്ന നിലയുണ്ടായി. ആ നില പിന്നെ തുടർന്ന് ആ ഗവൺമെൻറ് കാലത്ത് കിട്ടി കേട്ടോ എന്നുള്ളതാണ് പല കാര്യങ്ങളിലും എൻ്റെ അനുഭവം. പക്ഷേ പിന്നീട് പിണറായി ഗവൺമെൻറ് 2ാം തവണ വന്നപ്പോഴേക്ക് അത് അത്രത്തോളം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട് അഭിലാഷേ. ഇവിടെ ഈ പ്രശ്നം പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ള, പൊതുപ്രവർത്തകർ കയറിയത് മാത്രമല്ല, പൊതുപ്രവർത്തകരെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഈ തരത്തിലുള്ള അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണ്ടി. പക്ഷേ KP ഔസേഫ്, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതനുസരിച്ച് പിന്നീട് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഈ മർദ്ദിച്ച SI അടക്കമുള്ള ആളുകൾ വന്നിരുന്നു, തെറ്റുപറ്റി എന്ന് കാലുപിടിച്ച് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഈ സംഭവത്തിന് ശേഷം 5 ലക്ഷം രൂപ കൈമാറുന്ന ഒരു CCTV ദൃശ്യം കൂടി വന്നിട്ടുണ്ട് താങ്കളുടെ വീട്ടിൽ നിന്ന്. ആ മറ്റേ വ്യക്തി പറയുന്നത് അങ്ങനെ കൈമാറിയ ആ പണം തിരിച്ചു വാങ്ങിച്ചു 2 വളവ് കഴിഞ്ഞപ്പോഴേക്കും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് പോലീസിന് കൂടി കൈമാറാൻ ഉള്ള പണമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. പോലീസ് 3 ലക്ഷം വാങ്ങി, അതായത് ഈ 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ദിനേശൻ എന്ന് പറയുന്ന ആൾ, ബാക്കി 3 ലക്ഷം പോലീസും വാങ്ങി തുടങ്ങിയവയാണ് താങ്കളുടെ ആരോപണങ്ങൾ. ഈ ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒപ്പം പിന്നീട് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ചോദിച്ചില്ലേ പൈസ 3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോലീസിനും കിട്ടിയില്ലേ എന്ന് ചോദിച്ചില്ലേ? സാറേ, ഇത് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഈ SI രതീഷിനോട് പറഞ്ഞു, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, താങ്കളും പോലീസുകാരും കൂടി പങ്കിട്ടെടുത്ത 3 ലക്ഷം രൂപ, താങ്കളുടെ കൂടെ നിന്ന് 5 പോലീസുകാരും താങ്കളും കൂടി അത് പിരിച്ചെടുത്ത് 3 ലക്ഷം രൂപയും, താങ്കളുടെ ഈ പീച്ചി പോലീസ് സ്റ്റേഷനോ അന്വേഷിച്ച മണ്ണുത്തി പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം ബാക്കി 2 ലക്ഷം കൊണ്ടുപോയ ദിനേഷിന്റെ 5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം. ശരി, ഇപ്പോൾ ശ്രീ ദിനേശൻ നമ്മോടൊപ്പം. ദിനേശ്, ഇപ്പോൾ താങ്കളും പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നു. താങ്കളെ വലിയ തോതിൽ മണ്ണുത്തി CI ഷുക്കൂർ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, അവിടെ മോശം അനുഭവം ഉണ്ടായി എന്നുള്ളത് മാത്രമാണല്ലോ. അങ്ങനെയുള്ള താങ്കളെ എന്തിനാണ് ഇപ്പോൾ പോലീസ് അടിക്കുന്നത്? മനസ്സിലായില്ല, എനിക്ക് ക്ലിയർ ആയില്ല. ഹലോ, എന്തിനാ ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ മണ്ണുത്തി CI ഷുക്കൂർ താങ്കളെ അടിച്ചു എന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ. അതെന്തിനായിരുന്നു? താങ്കൾ പരാതിക്കാരനല്ലേ?
അതായത് ഞാൻ പരാതിപ്പെട്ടതിന് ശേഷം ഈ ഔസഫ് എന്ന് പറഞ്ഞ ഒരാള്, ഔസഫിനെ അറിയില്ലേ? ഔസഫ് ഉണ്ട് നമ്മുടെ ചർച്ചയിൽ, പറഞ്ഞോളൂ. ആ പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടാണ് CIക്ക് ഞാൻ 5 ലക്ഷം വാങ്ങിച്ചിട്ട് പോയിന്ന് വെച്ചിട്ട്. അല്ല ശേഷം താങ്കൾ ഈ 5 ലക്ഷം വാങ്ങുന്നതിന്റെ ഫുട്ടേജ്, അതിന്റെ ദൃശ്യം, അതിന്റെ വിഷ്വൽ നേരത്തെ കണ്ടു താങ്കൾ വാങ്ങിക്കുന്നത്. അതിന്റെ കൂടെ ഇവർ രണ്ടാളും എന്റെ വണ്ടി കയറിയിട്ടുണ്ടല്ലോ, രണ്ടാളും കൂടെ ഉണ്ടല്ലോ. ഇവര് നാടാണ്. എന്നെ എന്തിനും ഒരു വീട്ടിൽ കൊണ്ടുപോയി. ഇവര് എന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതല്ലേ. പ്ലാൻ ചെയ്ത് ഇടവഴി എത്തുമ്പോഴേക്കും അവര് വേറെ ആൾക്കാർ കവർ കൊടുക്കാനായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ പോയത്. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് കേസ് കൊടുക്കല്ലോ എന്റെ പേരില്. അല്ല, എന്നാ അപ്പോൾ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. ശരി, അപ്പോൾ താങ്കൾക്ക് പൈസ തന്ന ശേഷം ആ പൈസ തിരിച്ചു വാങ്ങിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഒത്തുതീർപ്പിന് നിന്നത്? ഒത്തുതീർപ്പിന് താങ്കൾ ഒപ്പിട്ട് കൊടുത്തല്ലോ. എനിക്കൊരു ജോലി തരാന്ന് പറയാം. ഞാനൊരു കുക്കാണ്. അപ്പൊ ആള് തന്നെ പറഞ്ഞു ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്, എനിക്ക് അറിയില്ലേ ചോദിച്ചു. ശരി, ഇപ്പൊ അങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ഇതിന്റെ ഒരു ഒത്തുതീർപ്പ്. അയാളിപ്പോ ജോലി തരാ പറയുന്നത് റെക്കോർഡിക്കല്. എന്നിട്ട് ജോലി തന്നില്ലേ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എന്നിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എന്റെ റെക്കോർഡുണ്ട്, എന്റെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അല്ല, ജോലി എന്നിട്ട് തന്നില്ലേ? ജോലി തന്നു, 8ന്റെ പണി തന്നു. ഞാൻ 5 ലക്ഷം കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പണി തന്നു. അതല്ലാതെ ഹോട്ടലിൽ കുക്കിന്റെ ജോലി തരാന്ന് പറഞ്ഞതോ? അത് തന്നില്ല. അത് എന്നെ ഇത് പറ്റിക്കാനാണെന്ന് ഇപ്പൊ എനിക്കറിയില്ല. നമ്മള് പാവപ്പെട്ടവനല്ലേ, പാവപ്പെട്ടന്റെ എത്ര വലിയ പണക്കാരൻ കുതിര കയറാലോ. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അന്ന് പണമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് CIനെ വിളിച്ച് പറയാം, കമ്മീഷണറിനെ വിളിച്ച് പറയാം, പത്രക്കാരനെ വിളിച്ച് കൂട്ടിക്കൊട്ടിട്ട് എന്റെ വണ്ടിയിൽ 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞില്ല അവർക്ക്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അല്ല ശ്രീ ദിനേശ്, ഇപ്പോ വന്ന അത് തന്നെ കള്ളത്തരമല്ലേ സാറേ? അത് തന്നെ കള്ളത്തരമല്ലേ? വന്ന ദൃശ്യങ്ങളിൽ താങ്കൾ അവിടെ ഹോട്ടലിൽ പോയിട്ട് താങ്കളെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ബിരിയാണി വായിൽ വെച്ച് മർദ്ദിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവരാദ്യം എന്നെ തല്ലിയിട്ടേ ഇല്ല പറഞ്ഞു, എന്റെ പണിക്കാർ തൊട്ടിട്ടില്ല പറഞ്ഞു, എന്നെ തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കാണുന്നത് ഇല്ലേ? അതുണ്ട്. അല്ല, താങ്കളെ തല്ലിയതോ? അയാൾ നുണയാണ്, കള്ള നുണ തന്നെയാണ്. കാരണം എന്നെ പറഞ്ഞ് പറ്റിച്ച് ദൈവം ശിക്ഷ കൊടുക്കും. കാരണം എന്നെ തള്ളിക്കൊണ്ടുപോകണ ഇവര് പണിക്കാർ, 5 പണിക്കാർ എന്നെ തള്ളി എന്നെ ഇടിച്ച്, മൂക്കിനെ ഇടിച്ച്, തലയ്ക്കൊക്കെ ഇടിച്ച്, അത് സത്യം ദൈവത്തിന് ഇവർ പകുതി മുക്കാലും കട്ട് ചെയ്തു. അതിനുശേഷമാണ് SI വന്ന് നോക്കിയപ്പോ എന്നെ തല്ലുന്ന സീൻ കണ്ടിട്ടാണ് SI ഇതിന്റെ ആൾക്കാരെ വിളിച്ച് അടിച്ചത്. താങ്കൾ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്നെ തല്ലി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് കൊണ്ടാണോ SI ഇവരുടെ 2 ജോലിക്കാരെ, അതായത് 2 മാനേജരെയും ഡ്രൈവറെയും അടിച്ചത്? അതായത് എന്നെ 5-6 ആളും കൂടി ഇടിച്ചതിന് ശേഷം പറഞ്ഞു എന്റെ കീസിലൊക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ SI പറഞ്ഞു CCTV ദൃശ്യം നോക്കാൻ പറഞ്ഞപ്പോ എന്നെ ഇടിക്കുന്ന സീനുണ്ട്. CCTV ദൃശ്യം പോലീസ് അപ്പൊ പോയി നോക്കി? ആ സമയത്ത് നോക്കി അവരുടെ കയ്യിലുണ്ട്, ആ സാധനം അവരുടെ കയ്യിലുണ്ട്, ഞാൻ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ അത് എനിക്ക് കാണിച്ചു തന്നു. അല്ല, പോലീസ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് അതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് എഴുതുമ്പോൾ ഈ കാര്യം എഴുതണ്ടേ? പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇങ്ങനെ താങ്കളെ മർദ്ദിച്ചു എന്നോ താങ്കളുടെ വായിൽ ബിരിയാണി തിരികുന്നോ എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത് പോലീസ് റിപ്പോർട്ടിൽ. ഔസഫിന്റെ ആൾക്കാർ ഒരു ലിസ്റ്റായിട്ട് വന്നു, ഞങ്ങളുടെ അവിടെ ഇടിയുണ്ടായി. ഇതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ 5-6 പണിക്കാരെ ഇടിച്ചു എന്ന് പറഞ്ഞാണ് വന്ന്. അപ്പൊ നുണ പറഞ്ഞു പറഞ്ഞാണ് ആ SI തല്ലിയത്. അത് ഞാൻ കണ്ട ദൃശ്യമാണത്. എന്തിനാ നുണ പറഞ്ഞു പറഞ്ഞാൽ ഒരാള് വെറുതെ തല്ലോ സാറേ? ഒരു പോലീസുകാരൻ വെറുതെ അയാൾക്ക് ഭ്രാന്തൊന്നുമല്ലല്ലോ. അയാൾ പറയുന്നതൊക്കെ നുണയാണ് ഔസഫ് പറയണത്. അതുകൊണ്ടാണ് പോലീസ് തല്ലിയത്. എന്നെ തല്ലിയ ദൃശ്യം അയാൾ കണ്ടു. എന്നെ തല്ലുന്നതും ബിരിയാണി വായിൽ കുത്തിക്കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ബാക്കി ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇവര് കട്ടാക്കിയ സീന കയ്യിലുണ്ട്, പോലീസുകാരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് തല്ലിയത്. പോലീസുകാർക്കെതിരെ ഇദ്ദേഹം കേസ് നടത്തുകയും പോലീസുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദൃശ്യം പോലീസുകാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് പോലീസ് പുറത്തുവിടില്ലേ? അത് നമ്മളെയൊക്കെ കാണിക്കില്ലേ? എനിക്കറിയില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. കാര്യം ചോദിച്ചാല് അത് അവരോട് ചോദിക്കണം. അത് അവരുടെ എന്തെങ്കിലും മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറയേ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പരാതി കൊടുത്തതുകൊണ്ടാണല്ലോ പോലീസ് അവര് വിളിച്ച് അടിച്ചത്. ചിലപ്പോ അവര് പരാതി കൊടുത്ത് എന്നേലും അടിക്കേണ്ടത്. അല്ല, ആദ്യം ആരാണ് പരാതി കൊടുത്തത്? ആദ്യം ഞങ്ങളാണ് പരാതി കൊടുത്തതെന്ന് ഔസഫ് പറയുന്നു. അത് അവിടെ റെക്കോർഡിങ്ങിൽ കാണുമല്ലോ. താങ്കളാണ് പരാതി കൊടുത്തത്, കാണും, അന്വേഷിക്കൂ. അല്ല, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒത്തുതീർപ്പാണെങ്കിൽ പിന്നെ ഓക്കെ, താങ്കൾ പറഞ്ഞു ആ പൈസ അവർ തിരിച്ചു വാങ്ങിയെന്ന്. ഒത്തുതീർപ്പ് തിരിച്ചു വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഒത്തുതീർപ്പിന് ഒരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു. ഒത്തുതീർപ്പിന് കടലാസ് ഒപ്പിട്ട് കൊടുത്ത ആളെ പിന്നെ പോലീസിനെ വിട്ട് പിടിപ്പിക്കേണ്ട എന്ത് കാര്യമുണ്ടെന്ന്? അതാണ് അയാളുടെ
അയാൾ അത്രയും വലിയ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ജോലി തരാമെന്നും പറഞ്ഞ് ഈ ഒത്തുതീർപ്പനാക്കാനും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകേണ്ട വല്ല കാര്യം എന്താ അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു. കാരണം മാസ്റ്റർ പ്ലാനിങ് ആയിരുന്നു. എന്നെ കൊണ്ടുപോയി കൊടുക്കുക, അവരെ മാന് ജയിലിലിട്ടതിനെ അവിടെ ലോക്കപ്പിലിട്ടതിനുള്ള പ്രതികരണം എന്നെ ചെയ്യായിരുന്നു. ഇതാണ് ഞാൻ പിന്നീട് മനസ്സിലായത്. ഞാനൊരു മണ്ടത്തരം പറ്റി അവരുടെ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു. ആ വണ്ടിയിൽ ഇവർ രണ്ടെണ്ണത്തിന് കയറിയതിനാ എന്നാ പിന്നെ എന്നെ ഇവരുടെ വീട്ടിലെ വണ്ടിയിൽ വേറെ വണ്ടിയിൽ ഒന്നുകൂടായിരുന്നില്ലേ? ശരി, ഓക്കെ. എങ്കിലും നിങ്ങൾ പറഞ്ഞത് ന്യായമായിരുന്നു. ശരി, ഓക്കെ, അതാണല്ലോ. ശരി, ഞാൻ വരാം. ശ്രീ ഔസേഫ്, എനിക്ക് അറിയാത്ത ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ 5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ദൃശ്യം കാണിച്ചല്ലോ, ആ പൈസ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ എന്ന് ഇദ്ദേഹവും പറയുന്നു. ഞാൻ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല, അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമല്ലോ. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, താങ്കൾ 5 ലക്ഷം രൂപ കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്തൊരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കിയെങ്കിൽ പിന്നെ 5 ലക്ഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ഇദ്ദേഹത്തെ പിടിച്ച് മർദ്ദിപ്പിക്കേണ്ട എന്ത് കാര്യമുണ്ട്? സാറേ, ഇയാളെ മർദ്ദിച്ചു എന്ന് പറയുന്ന ശുദ്ധ കളവാണ്. 15 പേജ് വരുന്ന പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. ദിനേഷ് പുറത്തേക്ക് പോകുവാൻ നോക്കുന്ന സമയത്ത് അവർ അയാളെ തടഞ്ഞു നിർത്തുന്നതായും അപ്പോൾ കൂടെയുള്ള ആൾ സമീപത്തായി നിൽക്കുന്നതായും ആ സമയത്ത് ഇതിലെ പരാതിക്കാരൻ്റെ മകനായ പോൾ ജോസഫ് അവിടേക്ക് വരുന്നതായും പുറത്തേക്ക് പോകുവാനായി ശ്രമിക്കുന്ന ദിനേഷിനെ എല്ലാവരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും ടിയാൻ ആരോപിക്കുന്ന പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുന്നതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. ഇത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടാണ്. ഇത് സർക്കാരിലേക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. ഇവൻ ശുദ്ധ നുണയാണ് പറയുന്നത്. ഇത് ഇവിടെ കുറ്റിപ്പുറത്ത് റോയൽ സിറ്റി ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇയാൾ. സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളൊന്ന് പിരിച്ചുവിട്ടതാണ് ഇയാൾ എന്നിട്ട് അവിടുന്ന് ആ ഹോട്ടൽ ഉടമേനെ ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ടുവന്ന ആളാണ്. പോലീസ് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ മറുപടിയാണ് അന്വേഷിക്കാൻ 20 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിക്കാൻ ചെല്ലുന്നത്. ഈ പണം റിക്കവറി നടത്താനായിട്ട് 20 ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇയാളുടെ അതൊക്കെ താങ്കൾ പറഞ്ഞ ACPയുടെ റിപ്പോർട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്ത ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയല്ലോ നിങ്ങൾ തമ്മിൽ. ആ ഒത്തുതീർപ്പിന് ശേഷം ഇയാൾ ജോലി ചെയ്യാൻ വരാതിരുന്നതാണോ, ജോലി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒത്തുതീർപ്പിന് ശേഷം പിന്നെ നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലില്ല, അയാൾ അത് പറയുന്ന ശുദ്ധ നുണയാണ്. ഞാൻ അയാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞല്ല. ഇയാൾ ചെന്ന SIയോട് പറഞ്ഞു, സാർ പറഞ്ഞ മാതിരി അയാൾ എല്ലാം ചെയ്തു, എനിക്ക് ജോലി, നല്ല മുതലാളിയാണ്, എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞത് അയാളാണ് പറയുന്നത്. ഞാൻ ഒത്തുതീർപ്പ് നടത്തുകയല്ല ചെയ്തത്, ഞാൻ പണം കൊടുത്തത് അയാൾ പറഞ്ഞ മാതിരി തന്നെ. അത് ഒരു ഫാക്ടിൽ ശരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുത്തത് 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകനെയും എൻ്റെ 3 ജീവനക്കാരെയും 15 മിനിറ്റിലുള്ള FIR നമ്പർ ഇട്ടിട്ട് പോസ്കോ കേസടക്കം ചുമത്തി റിമാൻഡ് ചെയ്യും, മെഡിക്കൽ ചെക്കപ്പ് നടത്തി റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി എൻ്റെ ആൾക്കാരെ ലോക്കപ്പിൽ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണം കൊടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് 5 ലക്ഷം കൊടുക്കാനായിട്ട് ഞാൻ കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയല്ല. ഞാൻ സ്റ്റാൻഡേർഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. സർക്കാരിലേക്ക് GST കൊടുത്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഈ പരിസരത്ത് അന്വേഷിച്ചാൽ അറിയാം, 175 ജീവനക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞല്ലോ അവനെ പറ്റിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയതല്ല. അവൻ്റെ 15 ലക്ഷം രൂപ വരുന്ന ബ്രീസ കാറിൽ അവനെ ഓടിച്ച് അവൻ്റെ ഇടത് സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കവറിൽ എടുത്തുകൊണ്ട് വന്ന് 50,000-ൻ്റെ 8 കെട്ട് കൊടുത്തിട്ട് ഞാൻ ഇവനോട് വീണ്ടും പറഞ്ഞു, നീ 4 ലക്ഷത്തിന് സമ്മതിക്കുക. അപ്പോൾ അവൻ പറഞ്ഞത് പറ്റില്ല, 3 ലക്ഷം പോലീസുകാർക്ക്, 2 ലക്ഷം എനിക്കുള്ളത്, 1 ലക്ഷം കൂടി കിട്ടണമെന്ന് പറഞ്ഞ് അവൻ തർക്കിച്ച് അവിടുന്ന് പണം വാങ്ങിച്ചു. അവൻ്റെ മൊബൈലിൽ ഒരു ഇതുകൂടി എടുത്തു, ഒരു സെൽഫി കൂടി എടുത്തു. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞ് അവൻ ഒരർത്ഥത്തിൽ പറഞ്ഞുള്ളൂ അവനെ ഞാൻ പറ്റിച്ചു എന്ന്. പറ്റിച്ചതല്ല, അവൻ്റെ കുറ്റകരമായ ഈ ക്രിമിനൽ നടപടിക്ക് കൊടുത്ത മറുപടിയാണ്. എൻ്റെ വീട്ടിൽ CCTVയുടെ മുൻവശത്ത് താഴെ ഇരുത്തിയിട്ടാണ് ഇവന് പണം കൊടുത്തത്. ആ 8 കെട്ടും നോക്കിയാൽ അറിയാം, 50,000 രൂപ വീതമുള്ള 8 കെട്ടാണ് അവന് കൊടുത്തത്. അപ്പൊ 4 ലക്ഷം. പിന്നെ അവൻ രണ്ടാമത് എന്നോട് ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചാണ് 1 ലക്ഷം. അങ്ങനെ 5 ലക്ഷം ഇട്ടിട്ട് അവൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ ഇടത് സൈഡിൽ ഇരിക്കുന്നു. അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ വണ്ടി ലോക്ക് ചെയ്ത് അവൻ ഇറങ്ങുന്നു. പണം അവൻ്റെ ഡിക്കിയിൽ വെച്ച് പൂട്ടിയിട്ടാണ് അവനെ SIയോട് ചെന്ന് പറഞ്ഞു, സാറ് പറഞ്ഞ മാതിരി അയാളെല്ലാം സെറ്റ് ചെയ്തു, എനിക്ക് പരാതിയില്ല, നല്ല മുതലാളിയാണ്, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവൻ്റെ വെർഷനാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിമിനലിനെ ഞാൻ എൻ്റെ ഹോട്ടലിൽ ഷെഫായിട്ട് വെക്കുകയോ?
ഇവൻ നിരവധിയായ ഹോട്ടലുകളിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി പോകുന്ന ആളാണ്. ഈ കുറ്റിപ്പുറത്ത് റോയൽ സിറ്റി എന്ന് പറഞ്ഞ ഹോട്ടലില് ജോലി ചെയ്ത് അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട വ്യക്തിയാണ്. ശരി, അതുകൊണ്ട് ജോലി കൊടുത്തില്ല. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനോട് ചോദിച്ച തന്നെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോ ഇദ്ദേഹത്തിന് വീട്ടിൽ ഇയാളുടെ ഒന്നാം ഭാര്യയുടെ വീട്ടിൽ ഇയാൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ശരി, അതൊക്കെ വ്യക്തമായ കാര്യങ്ങൾ. ദിനേശ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാൾ സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു മുഴുവനാക്കിയിട്ടില്ലല്ലോ സാറേ. എനിക്ക് ഇയാള് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് എനിക്ക് മലയാളം എഴുതാനറിയില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കേൾക്കണ്ടോ? കേൾക്കാം. ആ സമയത്ത് ഈ ഹൗസ് ഓഫ് ഇരുന്ന് എഴുതുന്നുണ്ട്. എന്തെന്നറിയോ, ദിനേശ് എന്ന് ഞാൻ ഈ കേസ് തീരുന്നു, ദിനേശ് എനിക്ക് ജോലി തരാ എന്ന് പറഞ്ഞതും അവിടെ കൊടുത്ത കടലാസിൽ, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കടലാസിൽ ഹൗസ് ഓഫ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ആ എല്ലാം എഴുതിയതും അയാൾ പറഞ്ഞ സുത്തമാണ്. ഞാൻ ആ വീഡിയോ ആണ് ഞാൻ പ്രസന്റ് ചെയ്യുക. പിന്നെ ഇയാൾ പറഞ്ഞ ഹോട്ടലുകാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. ഹലോ, കേൾക്കണ്ടോ? കേൾക്കാം. ഹോട്ടല് ഞാൻ സെൽഫി എടുക്കുക വർത്തമാനം പറയല്ല ചെയ്ത്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഒരു വീഡിയോ എടുത്തത്. ഇയാൾ എന്തോ ഒരു പന്തിയത് ഞാൻ പണം ചോദിച്ചിട്ടില്ല. പണം ചോദിക്കുകയാണെങ്കിലല്ലേ എനിക്ക് മുണ്ടാണ്ട് പോകേണ്ട കാര്യമുള്ളൂ. ഇയാൾ ചെയ്യുന്ന എന്തോ ഒരു പന്തികേടാന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ പാവപ്പെട്ടവരാണല്ലോ, നമ്മൾ സിനിമ കാണുന്നവരല്ലേ, ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചാൽ പുള്ളി എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഹൗസ് ഓഫീസിനും ചേട്ടനുമായിട്ടും ചെറിയൊരു കടലിൽ ശരി, ഓക്കെ. അങ്ങനെ ഇതിപ്പോ ഈ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഇവിടെ പക്ഷേ കാതലായ ഒരു പ്രശ്നം. പക്ഷെ അബിൻ വർക്കി ഒന്ന് ഇപ്പൊ പോലീസിന്റെ പണി എന്താണ് എന്നുള്ളതാണ്. പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ എന്നെ ഫുള്ള് പറയാൻ കൊടുക്കുക, എന്നെ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ചുരുക്കി പറയൂ. ഹൗസ് ഓഫ് തന്നെ പറയുന്നുണ്ട്, എന്റെ പണിക്കാർ ചെയ്തതിന്റെ മാപ്പാണ്, അവര് പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ റെക്കോർഡുണ്ട്, എഴുതിയതോ? വീഡിയോ ഉണ്ട്. ഓക്കെ. ആ വീഡിയോ ഒക്കെ പുറത്തുവിടൂ. താങ്കളെ ബന്ധപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് അത് അയച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാലോ. എന്തായാലും എനിക്കിത് പുള്ളി എഴുതുന്നതും എന്റെ അടുത്ത് ഈ പറഞ്ഞതല്ല. എന്റെ വീഡിയോ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള വീഡിയോ വക്കീലോട് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ ഞാൻ നാളെ തരാം. ശരി, നാളെ പുറത്തെത്തിക്കും. എല്ലാം വരട്ടെ. ശരി. കൊടുത്തോളാൻ പറഞ്ഞ കാരണം കേസ് നടത്താൻ നമ്മൾ കോടതിയെ മാനിക്കണം. ശരി. ഓക്കെ. താങ്കളുടെ വേർഷൻ എനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ. പക്ഷേ അബിൻ, ഇവിടെ ഇപ്പോൾ നോക്കൂ, പോലീസ് 5 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പുണ്ടാക്കുന്നു. പോലീസ് പണം വാങ്ങിയോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ നോക്കൂ, നമ്മൾ കുന്നംകുളത്തും ഇത് കണ്ടു. കുന്നംകുളത്ത് 20 ലക്ഷം രൂപ സുജിത്തിന് വാഗ്ദാനം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ ഷേഡി ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, മധ്യസ്ഥം, ഇടനില, ഇങ്ങനെ പല കാര്യങ്ങൾ, അതിനെയൊക്കെ ഒരു തരത്തിൽ നിലനിർത്താൻ വേണ്ടി കയ്യൂക്ക്, ഇടി, പോലീസ് സ്റ്റേഷനിലുള്ള ഭീഷണി, ഇതൊരു സമാന്തര സിൻഡിക്കേറ്റായി വളരുന്നു എന്നതിൻ്റെ അപായകരമായ സൂചന കാണണമല്ലോ. അതെ അഭിലാഷ്, ഞാൻ നമ്മൾ സിനിമ ഡയലോഗ് പറയുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസുകാരൊക്കെ ഇപ്പോൾ കച്ചവടമാണ് നടത്തി വരുന്നതെന്ന് ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഹോട്ടലിലുണ്ടായ അടിയുമായി ബന്ധപ്പെട്ടൊരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇടപെട്ട് എങ്ങനെയാണ് അത് ഒത്തുതീർപ്പാക്കുന്നതും അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നതും ആ പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച തർക്കമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായത്. എന്നിരുന്നാലും ആ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പണ കൈമാറ്റം നടന്നിട്ടുണ്ട്. ആ കൈമാറ്റം പോലീസിന് അറിയാവുന്നതാണ്. പോലീസിന് അതിലൊത്ത ഒരു വിഹിതമുണ്ട്. ഇത്രയും കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസെടുത്ത് നിയമപരമായി നടപടിയെടുക്കേണ്ട പോലീസ് 2 വ്യക്തികളുടെ ക്രിമിനൽ കേസിൻ്റെ പുറത്ത് സ്വയം എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. നമ്മൾ കാണുന്ന കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ നന്മമരങ്ങളായ പോലീസുകാരൊന്നും അല്ല കേരളത്തിലെ പോലീസുകാർ. കേരളത്തിലെ പോലീസുകാർ മുഴുവൻ അവർ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയും പണം സമ്പാദിക്കാം എന്നുള്ളതാണ് അവരുടെ മോട്ടീവായിട്ട് തന്നെ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഒരു DYSP ഒരു ചൂതാട്ട കേന്ദ്രത്തിലിരുന്ന് ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു SI പോയി അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്താണ്? ഇതിനൊക്കെ പ്രശ്നം എന്താണ് അഭിലാഷ്? ഇത് നിയന്ത്രിക്കാൻ ആരുമില്ല. ഇപ്പോൾ ശ്രീ M. ജയേന്ദ്രൻ ഇവിടെ പറഞ്ഞു 2018 അദ്ദേഹത്തിൻ്റെ ചർച്ച കൊണ്ടോ അല്ലാതെയോ
കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ ശ്രീ പിണറായി വിജയന്റെ സർക്കുലർ എത്തി. എന്താണ്? പൊതുപ്രവർത്തകരൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ മാന്യമായി പെരുമാറണം. ഇവിടെ ശ്രീ നേമം ഷജീർ പറഞ്ഞത് അതിനുശേഷമുണ്ടായ സംഭവത്തെക്കുറിച്ചാണ്. ഇവിടെ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവവികാസവും അതിനുശേഷമുണ്ടായതാണ്. ശ്രീ സുജിത്തിന്റെ സംഭവവികാസം നടക്കുന്നത് അതിനുശേഷമുണ്ടായതാണ്. അതുമാത്രമല്ല, വരാപ്പുഴയിൽ ഉൾപ്പെടെ നടന്ന സംഭവവികാസം 2018-ലാണ്. അതിനുശേഷമുണ്ടായ എത്രയോ കസ്റ്റഡി, നെടുങ്കണ്ടത്തെ വിഷയം അതിനുശേഷമുണ്ടായതാണ്. 2016-നും 2024-നും ഇടയ്ക്ക് 16 കസ്റ്റോഡിയൽ ഡെത്താണ് കേരളത്തിൽ നടന്നത്. കേരളത്തിലെ സർവകാല റെക്കോർഡാണ് 16 കസ്റ്റോഡിയൽ ഡെത്ത്. എന്നിട്ട് പോലും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് അതിനകത്തൊന്ന് ഒരു വാക്കുകൊണ്ട് ഇത്രയും സംഭവം ഉണ്ടായല്ലോ. 2 CCTV ദൃശ്യം. ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്ത് പോലീസുകാർ മർദ്ദിക്കുന്ന CCTV ദൃശ്യം വന്നിട്ട് പണ്ട് നിയമസഭയിൽ വലിയ വായിൽ സംസാരിച്ച എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം? ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രസംഗം ഒന്നുകൂടി കേട്ടു. എന്താണ് പ്രസംഗത്തിന്റെ എഴുത്ത് ഞാൻ പരിശോധിച്ചു. അദ്ദേഹം പറയുന്നത് ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് ചെല്ലുമ്പോൾ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കണം. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് സാർ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്? ഈ രാഷ്ട്രീയം ഭൂഷണമാണോ എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ച അതേ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനായിട്ട് ചെന്നാൽ അഭിലാഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അകത്തേട്ട് ചെന്നപ്പോഴാണ്, ഒരു പൂജാരിയായ വ്യക്തി അകത്തേട്ട് ചെന്നപ്പോഴാണ് ആ ഇടി കൊള്ളുന്നത്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കിട്ടിയ അടിയുടെ കാര്യമാണ് ഷജീർ പറഞ്ഞത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ, കേരളത്തിലൊരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ചെന്നാൽ അവസ്ഥ എന്താണ് അഭിലാഷേ? അവനൊരു അടി കൊണ്ടാൽ അത് കൊണ്ട് തൂത്ത് നടക്കുക എന്നുള്ളതല്ലാതെ അവന് വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഇത്രയും വലിയ നിയമ പോരാട്ടം പാർട്ടി നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബഹുജന സംഘടനകൾ നടത്തിയതുകൊണ്ടല്ലേ ഇത് പുറത്തു വരുന്നത്? ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ചെല്ലുമ്പോൾ അവൻ നേരിടുന്ന ദുരിതം എന്താണ്? അവനൊരു അടി കിട്ടിയാൽ അവൻ കെട്ടിത്തൂങ്ങി ചാവുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് പോമടിയുള്ള? ഇതുപോലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് തെളിയിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായി. ശരി, എനിക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പം നമ്മളിവിടെ കേട്ട അനുഭവങ്ങളിൽ ഇപ്പോൾ ജയകൃഷ്ണൻ തണ്ണിത്തോടാണെങ്കിലും നേമം ഷജീറാണെങ്കിലും പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയ സമരങ്ങളിലും രാഷ്ട്രീയമായ ഇടപെടലുകളിലും ഒക്കെ സജീവമായ ആളുകൾ എന്നുള്ള നിലയിൽ പോലീസിൽ പോയപ്പോൾ നേരിട്ട അനുഭവമാണ്. പക്ഷെ നോക്കൂ, ഇവിടെ നമ്മൾ ആദ്യം സംസാരിച്ച വിഷയം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അവിടെ പോലീസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? എങ്ങനെ കുറച്ച് പൈസ ഇങ്ങോട്ട് ഉണ്ടാക്കാം എന്ന രീതി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. 5 ലക്ഷം രൂപ കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ആർക്കും മായ്ക്കാനാവാത്ത തെളിവായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ, ഒരു വിഷയത്തിലല്ല, റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങളിൽ, മറ്റ് ഗുണ്ടകൾ തമ്മിലുള്ള ഇടപാടുകളിൽ, പണക്കാരും മറ്റുമൊക്കെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് ഇത്തരത്തിൽ അവരുടെ വിഹിതം പങ്ക് പറ്റുന്ന ശമ്പളം കിട്ടുന്നതിനേക്കാൾ ഒരുപാട് ഇതുപോലെയുള്ള പണം കിട്ടുന്ന ഒരു സംവിധാനമായി മാറുകയും അതുവഴി ക്രിമിനലുകളോട് ആഭിമുഖ്യമുള്ളവരോ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവരോ ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു ഭീഷണിയാണ്. അതിൽ പിണറായി വിജയൻ ഭരിക്കുന്നോ ഉമ്മൻചാണ്ടി ഭരിച്ചോ എന്നുള്ള വ്യത്യാസം അതിനകത്തില്ല. മറിച്ച് നമ്മുടെ സിസ്റ്റം അങ്ങേയറ്റം ആശങ്കാജനകമായ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു. ഫിനാൻഷ്യലി ഏതൊക്കെ നിലയിൽ കറപ്റ്റഡ് ആവുന്നു പോലീസ് സേന എന്നതിൻ്റെ കൂടി ഉദാഹരണം താങ്കൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമാണ്. അല്ല, ഇത് ഈ സിസ്റ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങളുണ്ടെന്നാണ് അഭിലാഷ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പിന്നെ പ്രശ്നം ക്രമസമാധാന പാലനാണല്ലോ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല. അവിടെ എങ്ങനെയാണ് പണം ഒരു ഘടകമായി വരുന്നത്? ഏത് നിലയ്ക്കും സാമ്പത്തികമായ ഒരു ഇടപാടും നടത്താനുള്ള സ്ഥലമേ അല്ല ഒരു പോലീസ് സ്റ്റേഷനും. അത് പോലീസ് അധികാരികൾക്കെല്ലാം അറിയുകയും ചെയ്യാം. പിന്നെയും അത്തരത്തിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അത് വഴിവിട്ട പ്രവർത്തനമാണ്, പിന്നെ പോലീസ് നയത്തിനും നടപടികൾക്കും വിരുദ്ധവുമാണ്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്ന്, നമുക്ക് പിന്നെ ഈ ഇപ്പോൾ അബിൻ വർക്കി പറഞ്ഞല്ലോ, ആ കാര്യങ്ങളോട് ഞാൻ പൊതുവിൽ യോജിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. കാരണം ഈ 1977 മാർച്ച് 30 സ്വന്തം ചോര പുരണ്ട ഷർട്ടുമായിട്ടാണ് പിണറായി വിജയൻ, MLA ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ കയറി വരുന്നത്, തനിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ വിവരിച്ചുകൊണ്ട്. അന്ന് ഈ CCTV മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഒരുപാട് ദശകങ്ങൾക്ക് ശേഷമാണ്, ഈ നൂറ്റാണ്ടിലാണ്, പിന്നെ ഒരു 10-12 വർഷം മുമ്പാണല്ലോ സുപ്രീം കോടതി പറയുന്നത് CCTVയുടെ ആവശ്യകത പറയുന്നത്. ഇപ്പോൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് പ്രധാനമാണ്. അത് പിന്നെ ഗവൺമെൻറ്റിനോട് യോജിപ്പല്ല, പോലീസ് ഭരണത്തോട് വിയോജിപ്പാണ് തോന്നുന്നത്. അത് ബോധ്യപ്പെടേണ്ട കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ആക്കി തീർക്കുന്നതിന് ഭരണകക്ഷിയിലെ ഏതെങ്കിലും നേതാവ് ഇടപെട്ടതായിട്ട് ഒരാക്ഷേപവും അബിൻ വർക്കിക്ക് പോലുമില്ല.
അതേസമയം ജയകൃഷ്ണൻ പറഞ്ഞതോ ഭരണകക്ഷിയുടെ നേതാവ് ഇടപെട്ടോ ഇല്ലയോ മർദ്ദിച്ചത് എന്നുള്ളതല്ലല്ലോ. ചെയ്തല്ലോ. ഇപ്പൊ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇതാണ് അവസ്ഥ. പോലീസുകാർ പൈസ ഉണ്ടാക്കാനിരിക്കുന്നു, ക്രിമിനലുകളുടെ ഒപ്പം ചേരുന്നു, നാട്ടുകാരെ തല്ലുന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്, നാട്ടുകാർ അനുഭവിക്കേണ്ട പ്രശ്നമാണ്. അതെ, ഞാനത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഭരണകക്ഷി നേതാവ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രശ്നമില്ലാതെ തന്നെ അതില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ ഈ കേസുകളിലൊക്കെ. പക്ഷേ അതെന്തുകൊണ്ടുണ്ടാവുന്നു? അത് ഞാനീ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകർക്ക് ആധികാരികമായ ഉത്തരവാദിത്തോടെയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടപെടാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുന്ന ഒരു പോലീസ് സേനയിൽ ചിലരെങ്കിലുമൊക്കെ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാനേ കഴിയില്ല. 62,000 പേരുള്ള പോലീസ് സേനയിൽ ഏതാനും ചില ഈ ഇത്തരത്തിലുള്ള തിന്മകളാണ് ഉള്ളത്. അവരെ പിഴുതു കളയുക തന്നെ വേണം കേട്ടോ. ഏതാനും ചില പുഴുക്കുത്തുകളാണോ അതോ സിസ്റ്റം തന്നെ അപകടത്തിലാണോ? കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചോദിക്കുന്ന ചോദ്യം അവിടെയാണ്. അതിൽ ആഭ്യന്തര വകുപ്പ് നിശ്ചയമായും നിശ്ചിതമായ നടപടികളിലേക്ക് പോവേണ്ടതുണ്ട്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.